ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിജയും അജയുമായിട്ടുള്ള വിവാഹമെല്ലാം കഴിഞ്ഞു. അതോടുകൂടെ സത്യദാസ് ഭൂമിക്ക് എതിരെയാവാണ്. സ്വന്തം മകളാണെന്ന് പോലും അറിയാതെ ഭൂമിയെ വല്ലാതെ വെറുക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യാണ്. ഒരു കുടുംബത്തെ മൊത്തം ചതിച്ചോണ്ട് അജയുടെ ഭാര്യയായ ഭൂമിയോട് വല്ലാത്ത വെറുപ്പും ദേഷ്യം തോന്നി അഞ്ജനയെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുകയും അവളെ സ്നേഹിക്കുകയും ചെയ്യാണ് കേട്ടോ. അങ്ങനെ അജയ് പതിയെ പതിയെ നൈനയെ മറന്ന് ഭൂമിയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. ഒരുപാട് രണ്ടുപേരും തമ്മിലുള്ള കളിയും ചിരിയും വാശിയും ഒക്കെ നമുക്ക് ആ ഒരു എപ്പിസോഡുകളിൽ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഭൂമി അജയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നത് തന്നെ അമ്മ ജയിലിലായിരിക്കും. അമ്മയെ പുറത്തിറക്കാൻ വേണ്ടിയാണ് അവൾ അതിന് സമ്മതിക്കുന്നത്. വിവാഹശേഷവും അമ്മ ജയിലിൽ തന്നെയായിരിക്കും. എന്നാൽ ആ ജയിലിൽ നിന്ന് ഇറക്കാൻ ആ വക്കീലിന് പോലും സാധിക്കുന്നില്ല. അതിന് മനന്നൊന്ത് ആ ഒരു സമയത്ത് ഭൂമി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അജയ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടാവും. നമുക്ക് അൻഫോൺസയോട് പറയാം, അവൻ നല്ല വക്കീലാണ്, അവൻക്ക് നിന്റെ അമ്മയെ പുറത്തിറക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അന്നൊരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ അതിന് എല്ലാ തെളിവ് സാഹചര്യവും അമ്മയ്ക്കെതിരായതുകൊണ്ട് അദ്ദേഹത്തിന് കഴിയില്ല എന്നാണല്ലോ പറഞ്ഞത്. എന്നാലും നമുക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കാം, അവൻക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള പ്രദേശത്തെ ആളുകളോടൊക്കെ അന്വേഷിക്കുമ്പോൾ അച്യുതനും ഭാര്യയും മുമ്പ് വഴക്കൊന്നും ഇല്ലായിരുന്നു, ഈ ഇടക്കായിട്ട് നല്ല വഴക്കാണെന്നൊക്കെ മൊഴി കിട്ടണം കേട്ടോ. ആ വീട് ഒന്ന് പരിശോധിക്കാൻ അവർ തീരുമാനിക്കാണ്. തൽക്കാലം ഭൂമിയോട് അവളുടെ വീട് പരിശോധനത്തെക്കുറിച്ച് നമുക്ക് ഒന്നും ചോദിക്കേണ്ട. അവർ ഇത്രയും കാലം ഒരു വാടക വീട്ടിലാണല്ലോ താമസിച്ചത്. അതിൻ്റെ ഓണറെ കണ്ട് കീ വാങ്ങിക്കാം. അവരുടേതായ സാധനങ്ങളെല്ലാം ഇപ്പോഴും ആ വീട്ടിലുണ്ടാവും. അതൊന്നും എടുത്തു മാറ്റരുതെന്ന് പ്രത്യേകം ഓണറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അജയും അൻഫോൺസയും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ എല്ലാം അരിച്ചു പറിക്കാട്ടോ. ആ ഒരു സമയത്ത് അച്യുതനെന്ന് തോന്നിക്കുന്ന കുറച്ച് പഴയ കാര്യങ്ങളെല്ലാം കയ്യിൽ പെടുന്നുണ്ട്. അതെല്ലാം നോക്കിയതും അവൻ ആ ഒരു ഫോട്ടോ കണ്ടതും ആകെ ഷോക്കായി നിൽക്കാണ്. കുഞ്ഞുനാളിലെ അഭിരാമിയുടെ ഫോട്ടോ എങ്ങനെ അച്യുതൻ്റെ കൈകളിൽ വന്നു? അച്യുതനുമൊത്ത് നിൽക്കുകയും അംബികയും അച്യുതനും അഭിരാമിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ എല്ലാം കണ്ടതും അജയ്ക്ക് വല്ലാത്ത സംശയമാവാണ്. ഇത് അഭിരാമിയല്ലേ? ഇനി ഒരു പക്ഷേ ഭൂമി ആയിരിക്കുമോ അഭിരാമി? അങ്ങനെയാണെങ്കിൽ അഭിരാമി എങ്ങനെ അച്യുതൻ്റെ കൈകളിൽ വന്നു എന്നെല്ലാം ഒരു ചോദ്യചിഹ്നമായി അയാളുടെ മനസ്സിലുണ്ട്. അൽഫോൺസയെ അതെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് എൻ്റെ അമ്മാവൻ്റെ മകൾ അഭിരാമിയാണ്. ആ ഫോട്ടോ എങ്ങനെ അച്യുതൻ്റെ കയ്യിൽ വന്നു? അച്യുതനുമായിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെൻ്റെ അമ്മാവൻ്റെ മകൾ അഭിരാമിയല്ലേ? നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അന്വേഷിക്കാനുണ്ട്. അങ്ങനെ അൻഫോൺസയും അജയും കൂടെ ആദ്യം ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇത് ഭൂമിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എല്ലാ തെളിവോടുകൂടെ വേണം നമുക്കിത് ഭൂമിയുടെ അമ്മ അംബികയോട് ചോദിക്കാൻ. അങ്ങനെ അവർ ആദ്യം താമസിക്കുന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. അച്യുതനെയും ഫാമിലിയെയും കുറിച്ച് അന്വേഷിക്കുമ്പോൾ അച്യുതനൊരു ടാക്സി ഡ്രൈവറാണെന്നും ഒരു മരുന്ന് കമ്പനിക്ക് വേണ്ടി ഓടിയിരുന്ന ആളാണെന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് അറിയാൻ കഴിയാണ്. അവർക്ക് രണ്ടുപേരും അംബിക ഒരു നാടകത്തിലെ നടിയായിരുന്നു. അവർ രണ്ടുപേരും വിവാഹം കഴിച്ചെങ്കിലും വർഷങ്ങളായിട്ട് അവർക്ക് മക്കളില്ലായിരുന്നു. പിന്നീട് പെട്ടെന്നൊരു ദിവസം അവർ ഈ വീട് വിട്ട് മറ്റൊരിടത്തേക്ക് താമസം മാറിപ്പോയെന്ന് മനസ്സിലാവാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് അറിയുമ്പോൾ അച്യുതനും അംബികക്കും കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ തീർത്തെഴുതിയ കാര്യവും ഇവർക്ക് മനസ്സിലാവാണ്. കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് തീർത്തെഴുതിയ അച്യുതന് പിന്നെ എങ്ങനെ ഭൂമിജ എന്നൊരു മകളുണ്ടായത്? അതൊരു ചോദ്യചിഹ്നം തന്നെയാണല്ലോ അൻഫോൺസെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അജയ് അവനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അഭിരാമിയെ അച്യുതന് കിട്ടിയതാണെങ്കിലോ? അവർ പറഞ്ഞത് സാഗർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണെന്നല്ലേ, അയാളുടെ ടാക്സി ഡ്രൈവർ ആണെന്നല്ലേ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്ന് ചിന്തിച്ചുകൂടെ? എന്നാലും അച്യുതൻ്റെ കയ്യിൽ എങ്ങനെയായിരിക്കാം ഈ ഒരു ഭൂമി വന്നിട്ടുണ്ടാവുക? അതിനെല്ലാം ഉത്തരം നമുക്ക് അംബികയോട് ചോദിക്കാം. അങ്ങനെ ജയിലിൽ പോയി അംബികയെ രണ്ടുപേരും കാണുന്നുണ്ട്. അജയ് കണ്ടതും അംബിക കൈകൂപ്പുന്നുണ്ട്. എന്നോട് എല്ലാം മോള് പറഞ്ഞു. സാറിന് മോളെ രക്ഷിക്കാൻ തോന്നിയതും മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ തോന്നിയതും അവളുടെ വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിലും വിധി അങ്ങനെ തന്നെയല്ലേ വരികയുള്ളൂ. അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ അംബികയോട് അജയ് പറയുന്നുണ്ട്, ഭൂമിയുടെ അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭൂമിയുടെ അമ്മ ഈ ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അത് സത്യസന്ധമായി മറുപടി പറയണം. ആ സമയത്ത് അവരെ തന്നെ നോക്കണം കേട്ടോ. അതായത് അച്യുതനും അംബികക്കും
ഒരിക്കലും മക്കളുണ്ടാവില്ലെന്ന് ഡോക്ടർമാർ തീർത്തെഴുതിയതല്ലേ. പിന്നെ ഭൂമി എങ്ങനെ ജനിച്ചു? ഭൂമി സത്യത്തിൽ ആരുടെ മകളാ? അംബിക ഇത് കേട്ടതും നെട്ടലോടെ നിൽക്കാണ്. അച്യുതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളുടെ ഓർമ്മയിലേക്ക് പോയി. യഥാർത്ഥത്തിൽ മുറപ്പെണ്ണിനെ തന്നെയാണ് അജയ് വിവാഹം കഴിച്ചതെന്ന് അംബികയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അംബിക ആലോചന നിൽക്കുമ്പോൾ, പ്ലീസ് എല്ലാം തുറന്ന് പറയണം. നിങ്ങളെ രക്ഷിക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നത്, അല്ലാതെ നിങ്ങൾ ജയിലടക്കാനല്ല. എൻ്റെ ഭാര്യയുടെ അമ്മയില്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങളെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കുമെന്ന്. അംബിക കൈകൂപ്പി പറയുന്നുണ്ട്. എനിക്കും അച്ചുവേട്ടനും കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞ് ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട ഞങ്ങൾ ജീവിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊരു മരുന്ന് കമ്പനി വന്നത്. അവിടുത്തെ സ്ഥിരം ഓട്ടക്കാരനായിരുന്നു അച്ചുവേട്ടൻ. ആ സമയത്ത് ആ ഒരു കമ്പനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് പൂട്ടേണ്ടി വന്നു. പിന്നീട് ആ മേഡത്തെ കണ്ട് കുറച്ച് സഹായം ചോദിക്കാനായിട്ട് പോകുമ്പോൾ ആ മേഡത്തിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി കളയാനാ ആ മേഡം പറഞ്ഞത്. ആര്? ഭവാനിയോ? അതെനിക്കറിയില്ല, അങ്ങനെ എന്തോ പേരാ അന്ന് അച്ചൂട്ടൻ പറഞ്ഞത്. ആ ഒരു കമ്പനി മുതലാളിയുടെ ഭാര്യ മുതലാളി സാഗർ സാർ മരിച്ചുപോയെന്നും ആത്മഹത്യ ചെയ്തെന്നും അന്നത്തെ കാലത്ത് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ കൊല്ലാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്ന ഞങ്ങൾക്ക് അവളൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ കൊന്നെന്ന് വരുത്തി ആ വീഡിയോ മേഡത്തിന് അയച്ചു കൊടുത്തു. അതിന് പ്രതിഫലമായി 15 ലക്ഷം രൂപയാ അദ്ദേഹം ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് ആ കാശ് വേണ്ടായിരുന്നു. ആ പൊന്നുമോളെ കണ്ടാൽ ആർക്കാണ് കൊല്ലാൻ തോന്നുക? അങ്ങനെ ആ ചേട്ടൻ അവളുമായിട്ട് വന്നപ്പോൾ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളുണ്ടായി. എല്ലാ സത്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് ഞാനും അച്ചേട്ടനും മോളെ കൊണ്ട് ഈ നാട്ടിലേക്ക് താമസം മാറി. പിന്നെ ഇതാണ് ഞങ്ങളുടെ ലോകം. അഭിരാമി മോളായിരുന്നു ഞങ്ങൾ. അവൾക്ക് ഭൂമി തന്ന വരദാനമായിട്ടാണ് തോന്നിയത്. ഭൂമിജ എന്ന് പേരിട്ട് വിളിച്ചു. അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളായി മാറി. അവൾ മറ്റൊരാളുടേതാണെന്ന് കേൾക്കുന്ന പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റവരപ്പുറമായി. അവൾക്ക് അച്ഛനും അമ്മയെന്ന് വെച്ചാൽ ജീവനായി മാറിക്കഴിഞ്ഞിരുന്നു. ഭൂമി ഞങ്ങളുടെ മകളല്ല സാറേ. സാറ് ഞങ്ങൾക്ക് മനസ്സിലായി ആരാണെന്ന്. സാറിൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ് ഭൂമി. അവിടുത്തെ സത്യസാറിൻ്റെ മകളാണ്. അത് ഈടായിട്ടാണ് അച്ചുവേട്ടന് മനസ്സിലായത്. അച്ചുവേട്ടൻ അന്ന് നിങ്ങളുടെ വീട്ടിലേക്കൊരു പൂജയ്ക്ക് വന്ന കാര്യം ഓർമ്മയുണ്ടോ? ആ ഒരു സമയത്താണ് അവിടെ വെച്ച് ഭവാനി മേഡത്തെ കണ്ടത്. ഭവാനി മേഡത്തെ അതിനു മുമ്പേ കണ്ടിരുന്നു. ഭവാനി മേഡത്തെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അച്ചുതേട്ടനെ കാണുമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി വെച്ചുകൊണ്ടാണ് പോയത്. അതനുസരിച്ച് ഭവാനി മേഡത്തെ കാണാനായിട്ട് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നതും ഒരു കില്ലറുമായിട്ട് സംസാരിച്ച് മോളെ കൊലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അച്ചൂടനാകെ ഭയമായി. ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടിയാലോ എന്നാണ് അന്ന് അച്ചൂടൻ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാനാ, അച്ചൂടന് രോഗം ഉണ്ടായിരുന്നു. ഭൂമി അതിന് സമ്മതിച്ചില്ല. അതിനു മുമ്പേ അച്ചുവേട്ടനെ ആരോ കൊലപ്പെടുത്തി. അതിൻ്റെ കൊലയാളി ഞാനായിട്ട് എല്ലാവരും ചിത്രീകരിക്കുകയും ചെയ്തു. എനിക്കെന്ത് ചെയ്യാനാവും? അപ്പോൾ ഭൂമി നിങ്ങളുടെ മകളല്ല, എൻ്റെ അമ്മാവൻ സത്യസാഗറിൻ്റെ മകളാണ്. അതെ, അത് തന്നെയാണ്. അങ്ങനെ പിന്നീട് ഈ കേസെല്ലാം ബാധിച്ചുകൊണ്ട് തന്നെ അൽഫോൺസയാണ് കേട്ടോ ഭൂമിയുടെ അമ്മയെ ആ ഒരു ജയിലിൽ നിന്ന് ഇറക്കുന്നത്. അങ്ങനെ ഭൂമിയെ കാണാനായിട്ട് അംബിക ആ നാട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സത്യം അവിടെ ഉണ്ടാവും. സത്യന് ഭൂമിയെ വല്ലാതെ വഴക്ക് പറയായിരിക്കും. സ്വന്തം മകളെയാണല്ലോ ഇയാൾ വഴക്ക് പറയുന്നത്. അഞ്ജനിയുടെ അജയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഭൂമിയോട് വല്ലാത്ത ദേഷ്യമാണ്. അഞ്ജനിയും ഭവാനിയാണ് അതിന് ഒരേ ഒരു കാരണം. അവർ വല്ലാതെ വെറുപ്പിച്ച് ഭൂമിയെയും അച്ഛനെയും മകളെയും അകറ്റുകയും തമ്മിൽ തല്ലിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നിട്ടത് കണ്ട് രസിക്കുക. അങ്ങനെ അംബിക അവിടെ വരുന്ന കാണുന്ന കാഴ്ച സത്യൻ സാറ് വല്ലാതെ ദേഷ്യപ്പെട്ട് ഭൂമിയോട് സംസാരിക്കുന്നതാണ്. എന്ത് സത്യൻ സാറേ ഇത്? എന്തിനാ എൻ്റെ മോളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ, നിങ്ങൾ വന്നോ? നിങ്ങളുടെ മകളെ നിങ്ങൾ വളർത്തിയതിൻ്റെ ഗുണം അതുകൊണ്ടാണല്ലോ ഒരു കുടുംബത്തെ മൊത്തം ചതിച്ചുകൊണ്ട് അവൾ അവനെ വിവാഹം കഴിച്ചത്. അത് അവൾക്ക് അർഹിക്കപ്പെട്ട ആളെ തന്നെയാണ് അവൾ വിവാഹം കഴിച്ചത്. എന്തർഹിക്കപ്പെട്ടെന്ന് അവൻ്റെ മുറപ്പെണ്ണ ഈ നിൽക്കുന്നത്. ഇവളെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിന് സത്യൻ സാറിനറിയാത്ത കുറേ രഹസ്യങ്ങളുണ്ട്. അത് ഇവിടെ ഈ നിമിഷം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അതിലെല്ലാവരും എന്നെ കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അംബികയ്ക്കരികിലേക്ക് വന്ന് ഭൂമി പറയുന്നുണ്ട്. നീ മിണ്ടാതിരിക്കുക അഭിരാമി. അതെ, ഇവളാണ് അഭിരാമി. നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ ഇവൾ ആരാണെന്ന്. എൻ്റെയും അച്ഛൻ്റെയും മകളല്ല. അച്ചുവേട്ടൻ്റെ കയ്യിൽ കൊല്ലാൻ കൊടുത്തതായിരുന്നു ഈ നിൽക്കുന്ന മേഡം. കൊല്ലാതെ
അവളെ സ്വന്തം മകളെ പോലെ നെഞ്ചിലേറ്റി വളർത്തി. ഈ മോളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ കൊല്ലാൻ കഴിയില്ലായിരുന്നു. അത് സാറിൻ്റെ കുടുംബം നശിക്കാൻ വേണ്ടി ഇവർ ചെയ്തതാ. ഇത് നിങ്ങളുടെ യഥാർത്ഥ മകളാണ് അഭിരാമി. എന്തൊക്കെ പറഞ്ഞിട്ടും സത്യൻ സാറിനത് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങ് വിശ്വസിക്കാൻ വയ്യ. ഇല്ല, പച്ചക്കള്ളം. ഇപ്പം നിങ്ങളെല്ലാവരും നടത്തിയ ഒരു നാടകമാണ്. എന്തിന് സാറേ പച്ചക്കള്ളം ഞാൻ പറയണം? ദേ, സാറിൻ്റെ മകൾക്ക് ഞങ്ങൾ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കുഞ്ഞുടുപ്പും ആ ഒരു മാലയുമാണിതെന്ന് പറഞ്ഞ് ആ ഉടുത്തിരുന്ന ഉടുപ്പും മാലയും കാണിച്ചു കൊടുക്കുന്നതോടുകൂടി തന്നെ സത്യദാസിന് സത്യങ്ങളെല്ലാം മനസ്സിലാവാണ്. തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഈ സമയം ഭൂമിക്കും സത്യങ്ങൾ അപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. താൻ അച്യുതെന്ന ആളുടെ മകളില്ലെന്നും തൻ്റെ യഥാർത്ഥ അച്ഛൻ ഇയാളാണെന്നും. ചുമ്മാതല്ല, ഈ വീട്ടിലേക്ക് ഫസ്റ്റ് വന്ന സമയത്ത് സ്വപ്നത്തിലെന്നോ കണ്ട പോലെ ഈ ഒരു വീടെല്ലാം തോന്നിയത്. അങ്ങനെ അച്ഛനും മകളും ഒന്നാവുന്ന ഒരു അടിപൊളി നിമിഷമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ റിവ്യൂലൊക്കെ പറയുമ്പോൾ ഒരു 10 മിനിറ്റിൽ ഇതെല്ലാം ഒതുങ്ങുന്നുണ്ട്. പക്ഷേ സീരിയലിൽ വരുമ്പോൾ നല്ല അടിപൊളി മുഹൂർത്തത്തിലൂടെ നമുക്ക് ഈ സീനെല്ലാം കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ സത്യദാസ് തൻ്റെ മകളെ ഇത്രയും കാലം തന്നിൽ നിന്ന് അകറ്റിയ ഭവാനിക്ക് നേരെ നടപടി എടുക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഭാര്യ ഇതുപോലെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് അദ്ദേഹത്തിനറിയാം. അങ്ങനെ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കിട്ടാട്ടോ. അച്ഛനും മകളും അമ്മയും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു അടുത്തൊരു എപ്പിസോഡൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു എപ്പിസോഡിന് കുറേ അധികം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സീനൊക്കെ വരുന്നത്. അതിന് മുമ്പ് പറഞ്ഞ് ത്രില്ലൊക്കെ കളയുന്നതല്ല, പക്ഷെ ഇതിനെ തെലുങ്കിൽ കഥ ഇതുപോലെ ആട്ടോ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്.